ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? കർത്താവിനാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഞങ്ങളെ പാറയും വീടെടുപ്പാറന്മ കർത്താവേ, ഞങ്ങളാധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവാൻ ദൈവമേ ആത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 14. കർത്താവിനാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. Is anything too hard for the Lord? At the time appointed I will return to you according to the time of life, and Sarah shall have a son. ചോദ്യം ഉന്നതനായ ദൈവത്തിൽ നിന്ന് വന്നതാണ്. ചോദിച്ചത് മനുഷ്യനായ എബ്രാഹാമിനോടാണ്. മമ്രയുടെ തോപ്പിൽ വെച്ച് വയസ്സായ അബ്രഹാമിനും ഭാര്യ സാറായ്ക്കും ഒരു മകൻ ജനിക്കുമെന്ന് ദൈവികമായ അരുളപ്പാടുണ്ടായി. അത് കേട്ടപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അപ്പോൾ കർത്താവ് ചോദിച്ചതാണ് മുകളിൽ നാം ഇപ്പോൾ കണ്ട ചോദ്യം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത് എപ്രകാരമാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ ഇപ്പോഴും സയൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് കൃത്യമായി പറയുവാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സർവശക്തനായ ദൈവം നക്ഷത്രങ്ങളെ സംഖ്യക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവനും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നവനും ആകുന്നു. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് 136-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം. ദൈവം ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവൻ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഉണ്ടാക്കിയവൻ, ചെങ്കടലിനെ വിഭാഗിച്ചവൻ, ഫറവോനെയും സൈന്യത്തെയും കടലിൽ തള്ളിയിട്ടവൻ. എത്രയോ അത്ഭുതങ്ങൾ കണ്ട ജനമാണ് ഇസ്രായേൽ ജനം. പുതിയ നിയമ ഇസ്രായേലായ നമ്മളും ഓരോ പ്രഭാതത്തിലും എത്ര ശ്രേഷ്ഠമായ അത്ഭുതങ്ങളാണ് കണ്ടുകൊണ്ട് ഉണരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ധാരാളം അത്ഭുതങ്ങൾ കണ്ടു. എന്നിട്ടും ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയില്ല എന്ന് അവർ വിശ്വസിച്ചു. അതിൻ്റെ തെളിവാണ് അവർ ചോദിച്ച ഈ ചോദ്യം. ആ ചോദ്യം എവിടെയാണ്? സങ്കീർത്തനങ്ങൾ 78
അതിൻ്റെ 19 വാക്യത്തിലുണ്ട്. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം രുചിച്ചറിഞ്ഞ ഇസ്രായേൽ ജനമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. യേശു ചെയ്ത പല അത്ഭുതങ്ങളും കണ്ട ശിഷ്യന്മാർ സംശയിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 33 വാക്യം. ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം എവിടെ നിന്ന് എന്ന് പറഞ്ഞു. ദൈവത്തെ അളക്കുവാൻ ഈ മനുഷ്യൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് സാധിക്കത്തില്ലല്ലോ. എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണെന്നുള്ളത് ഈ മനുഷ്യൻ മനസ്സിലാക്കാൻ സമയമെടുക്കും. അനേകം രോഗികളെ സൗഖ്യമാക്കുകയും കടലിന്മീതെ നടക്കുകയും പ്രകൃതി ശക്തികളെ വാക്കിൻ്റെ ശക്തിയാൽ നിയന്ത്രിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത യേശുവിന് സകലതും സാധ്യമാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാം. ആമേൻ. ഒരിക്കൽ കൂടി ഒരു ആമേൻ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് ദൈവം നമുക്ക് ഉത്തരം തന്നിട്ടില്ലേ? തന്നിട്ടില്ലേ സഹോദര സഹോദരി? തന്നിട്ടുണ്ട്. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനല്ലേ? എന്തിന് ചഞ്ചലപ്പെടുന്നു? ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ദൈവം ഉത്തരം അരുളാത്തത്. മാർത്തയോട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരത്ഭുതം കർത്താവ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം, ഡു യു ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ദിസ്? എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? ഉവ്വ കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ക്ഷണനേരത്തിൽ അത്ഭുതമായിരുന്നു. ഒരു വിഷയത്തിൻ്റെ മുൻപിൽ നാം പതറേണ്ട ആവശ്യമില്ല. ദൈവത്താൽ കഴിയാത്തതായി ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ മൗനം പോലും ചില പ്രശ്നങ്ങളുടെ ഉത്തരമാണ്, അല്ലേ? ദൈവം ദൂരസ്ഥനാണെന്ന് തോന്നുന്നത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ വാഗ്ദത്തം എന്താണ്? ലോകാന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. നമ്മൾ അകന്നു പോയാലും കർത്താവ് അകന്നു പോകത്തില്ലേ? ആ കർത്താവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ മുൻപിൽ ഒരു ചോദ്യമുണ്ട്. കർത്താവിൻ്റെ വാഗ്ദത്തം ഇങ്ങനെയല്ലേ? ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞേ. എൻ്റെ മറു ചോദ്യം എന്താണെന്നറിയാം? നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ദൈവം ദൂരസ്ഥനാണെന്ന് തോന്നുന്നത് നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാണെന്ന് മറന്നു പോരുത്. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്. അവൻ കുനിഞ്ഞവരെ ഉയർത്തുന്നവനാണ്. കർത്താവിൻ്റെ പേര് തന്നെ അത്ഭുതമന്ത്രി എന്നല്ലേ? വീരനാം ദൈവം എന്നല്ലേ? നിത്യപിതാവെന്നല്ലേ? സമാധാന പ്രഭു എന്നല്ലേ? ആധിപത്യം തോളിൽ ഉള്ളവനെന്നല്ലേ? 34 സങ്കീർത്തനം എൻ്റെ 18-19 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കുന്നു. ചേർന്നൊരാമേൻ പറയാമോ? ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ചില നേരങ്ങളിൽ നമ്മളെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് തന്നത്. നാം ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം വരുമ്പോൾ ഭീരുത്വത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഓടും. വിശുദ്ധ പൗലോസ് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരിൽ വിശ്വസിക്കുന്നുവെന്ന് ഉറച്ചിരിക്കുന്നു. ഈ വിശ്വാസം ഉറപ്പാക്കി വേണം മുന്നോട്ട് പോകാൻ. മനുഷ്യരിൽ വിശ്വസിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. പിന്നെയോ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവ് കയറി വരും. അതിനാൽ പ്രതിസന്ധികൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാ പറഞ്ഞത്. 2 തിമോത്തി 1:12, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ ഉറപ്പാണ് സഹോദര സഹോദരി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഹല്ലേലൂയ. ദൈവവചനം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തില്ലെന്നല്ല, വരും. ആ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആലോചന തരും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട, എടുത്തിരിക്കുന്ന മെഡിസിൻ ദൈവത്തിൻ്റെ വചനമാണ്. പൗലോസ് അപ്പോസ്തലനെ ഉറച്ചു വിശ്വസിച്ച് നമുക്ക് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഒന്നുകൂടെ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവളാകുന്നു. ഒന്നുകൂടെ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു, മതിയായവളാകുന്നു. ആമേൻ. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുക, ലോകമേ നിനക്ക് പലതും അസാധ്യമാണ്, എന്നാൽ എൻ്റെ കർത്താവിന് സകലതും സാധ്യമാണ്.
അസാധ്യമെന്നത് സാത്താന്റെ നിഘണ്ടുവിലെ വാക്കാണ്. ദൈവത്തിന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല. അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്കും അങ്ങനെ തന്നെ. മത്തായിയുടെ സുവിശേഷം 19:26. അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് കർത്താവേ, ഈ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമേ, ഓരോ മക്കളുടെയും ഹൃദയത്തിലെ സകല ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഭാരങ്ങളും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി അടിയങ്ങളെ അനുഗ്രഹിക്കുന്നപ്പ, ഇത്രത്തോളം ഞങ്ങളെ കരുതി കാത്തു പരിപാലിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കാൻ കൃപ ചെയ്യണം. ഈ സമയത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തും കർത്താവെ, നിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കുന്നതിനായി സ്തോത്രം. ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി മുന്നോട്ട് ഓടുവാൻ, ജീവിക്കുവാൻ അവരെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ, അവിടുത്തെ സൗഖ്യം അവരുടെ മേൽ വച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. മാവ് കുഴക്കുന്ന തൊട്ടിയും ഞങ്ങളുടെ തുരുത്തിയെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ജ്ഞാനത്താൽ മക്കളെ നിറയ്ക്കണമേ. ലോകത്തിൻ്റെതായ സകല ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കെണിയിൽ നിന്നും, ദുഷ്ടന്റെ കൂരമ്പുകളിൽ നിന്നും മക്കളെ കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഭവനത്തിന് ചുറ്റും തിരുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടനും ഞങ്ങളുടെ കൂടാരങ്ങളെ തൊടാതെ ഈ ഓപ്പച്ചൻ്റെ ഭവനത്തിന് വേലിയെട്ടി സൂക്ഷിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്നേ ദിവസം അവിടുത്തെ അനുഗ്രഹത്താൽ മുന്നോട്ട് ചരിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ദൂരത്തും ചാരത്തമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തിൽ അടിയുറച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ മക്കളെ സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സകല വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ, മുൻപിൽ വരുന്ന എല്ലാ മതിലുകളും ചാടിക്കടക്കുവാൻ അവിടുന്ന് മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ, ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് അവിടെ കെണ്ടിയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സുവിശേഷത്തിന് എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികൾ ഓരോ സംസ്ഥാനത്ത് നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക ദൈവദാസന്മാർ, സുവിശേഷ വിരോധികൾ അവരെ ജയിലിലടച്ചിരിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് അപ്പോസ്തലന്മാരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പോലെ നിന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്ക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈയിടക്ക് നടന്ന പ്രകൃതിക്ഷോഭത്തിൽ കർത്താവേ, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ രാജ്യത്തിൻ്റെ മേൽ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം വയ്ക്കണമേ കർത്താവേ. ഇപ്പോൾ യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഉക്രൈനെയും റഷ്യയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, ആ രണ്ട് രാഷ്ട്ര തലവന്മാരുടെ ഹൃദയത്തിൽ അവിടുന്ന് ഇടപെടണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ രാജ്യത്ത് സമാധാനം ഉണ്ടാകട്ടെ. അതുപോലെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരിക്കൽ കൂടി അവർ നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ.
ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം! ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് ഏകാശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം.